വിവാദങ്ങൾക്കിടയിലും ഇന്ത്യൻ സൂപ്പർ കപ്പിന്റെ രണ്ടാം എഡിഷന് ഇന്ന് തുടക്കമാകും. ഐ ലീഗ് ക്ലബ്ബുകളുടെ പ്രതിഷേധങ്ങൾക്കിടയിലും ഇന്ത്യൻ സൂപ്പർ കപ്പിന്റെ രണ്ടാം എഡിഷനിലെ യോഗ്യതാ മത്സരങ്ങൾക്കാണ് ഇന്ന് തുടക്കമാവുന്നത്. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ അരങ്ങേറുക. ഇന്നും നാളെയുമായാണ് യോഗ്യതാ മത്സരങ്ങൾ നടക്കുന്നത്. കേരളത്തിന്റെ സ്വന്തം ടീമായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യോഗ്യതാ മത്സരവും ഇന്ന് നടക്കും. രാത്രി 8:30 മത്സരം. ഐ ലീഗിലെ യുവനിരയായ ഇന്ത്യൻ ആരോസാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. പൂനെ സിറ്റി എഫ്സിയും മിനർവ പഞ്ചാബും തമ്മിലായിരുന്നു ഇന്നത്തെ ആദ്യ മത്സരം നടക്കേണ്ടത്. മിനർവ പഞ്ചാബ് സൂപ്പർ കപ്പിൽ നിന്ന് പിന്മാറൽ പ്രഖ്യാപിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഈ മത്സരം നടക്കാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ISLലെ നിരാശ മറികടക്കാൻ സൂപ്പർ കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം. ഇന്നത്തെ മത്സരം വിജയിച്ചാൽ മാത്രമേ ടീമിന് സൂപ്പർ കപ്പിലേക്ക് യോഗ്യത ലഭിക്കുകയുള്ളൂ. ഐ ലീഗിൽ 8ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താണ് ഇന്ത്യൻ ആരോസിന്റെ വരവെങ്കിൽ ISLൽ 9ാം സ്ഥാനക്കാരായാണ് ബ്ലാസ്റ്റേഴ്സ് എത്തുന്നത്. ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് 7ഓളം ഐ ലീഗ് ക്ലബ്ബുകളാണ് സൂപ്പർ കപ്പിൽ നിന്ന് പിന്മാറിയതായി അറിയിച്ചത്. അതുകൊണ്ട് തന്നെ നാളെ നടക്കാനിരിക്കുന്ന മറ്റു യോഗ്യതാ മത്സരങ്ങളെക്കുറിച്ചോ വരാനിരിക്കുന്ന സൂപ്പർ കപ്പിലെ മത്സരക്രമങ്ങളെക്കുറിച്ചോ വ്യക്തമായ റിപ്പോർട്ടുകളില്ല. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ സീസണിൽ വളരെ പ്രതീക്ഷയോടെ ഇറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിന് നിരാശാജനകമായ പ്രകടനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൂപ്പർ കപ്പിലെങ്കിലും മികച്ച പ്രകടനം പുറത്തെടുത്താലേ കൊഴിഞ്ഞുപോയ ആരാധക വൃന്ദത്തെ തിരിച്ചു കൊണ്ടുവരാനാകൂ. സൂപ്പർ കപ്പിൽ കളിക്കാനായി 6 വിദേശ താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ടീമിലുണ്ടായിരുന്ന മധ്യനിര താരം കരേജ് പെക്കുസൻ ഇത്തവണ സൂപ്പർ കപ്പിൽ കളിക്കുന്നില്ല. നിമാഞ്ച ലാക്കി പെസിച്ച്, സിറിൽ കാലി, നിക്കോളാസ് ക്രിച്മാരോവിച്ച്, സ്ലാവിസ സ്റ്റോയാനോവിച്ച്, മത്തിജ് പോപ്ലാനിക്, കെസിറോൺ കിസീറ്റോ എന്നിവരാണ് സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിദേശ താരങ്ങൾ. നെരോവിങ്കയുടെ കീഴിൽ മികച്ചൊരു ടീമിനെ തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറക്കുക. എന്നാൽ മറുഭാഗത്ത് മലയാളി താരങ്ങൾ അടക്കമുള്ള യുവതാരങ്ങൾ അടങ്ങുന്ന ഇന്ത്യൻ ആരോസാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം തത്സമയം സ്റ്റാർ നെറ്റ്വർക്കിലൂടെയും ഏഷ്യൻ മൂവീസിലൂടെയും അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാറിലൂടെയും കാണാം. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ.